സൗകര്യങ്ങൾ ചെയ്തു തന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവർക്കെല്ലാം വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി പ്രാർത്ഥന നടത്തി പിരിയുക എന്നതാണ് ഏറ്റവും പ്രധാനമായ കർമ്മം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇവിടുന്ന് വിട പറയുമ്പോൾ നമ്മെ ഓർക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ സന്തോഷത്തോടെ നിലനിൽക്കുമ്പോഴും നമുക്ക് അയവറക്കാനുള്ളത്. ഒന്ന്, ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ നരകയാതനകൾ. ഇന്ന് പത്രം തുറന്നു നോക്കിയപ്പോ ഇന്നലെ പെരുന്നാൾ സുദിനമായിരുന്നപ്പോൾ പോലും ഇസ്രായേലിയുടെ നരനായാട്ട് നടക്കുകയും 42-ലധികം പേർ മരണപ്പെടുകയും ചെയ്തു എന്ന വാർത്ത നമുക്ക് കാണാനിടയായി. പെരുന്നാളുമില്ല, നോമ്പുമില്ല, സ്വാതന്ത്ര്യമില്ലാതെ ഹോസ്പിറ്റലുകളിലും കടകളിലും അതുപോലെ സ്കൂളുകളിലും കലാലയമുറ്റങ്ങളിലും ബന്ദികളാക്കപ്പെട്ട് നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഫലസ്തീനികൾ. ഖുത്ബയിൽ നമ്മൾ കേട്ടതുപോലെ നമ്മൾ സന്തോഷത്തോടെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോഴും അവർക്ക് ഫിത്ർ സക്കാത്തിന്റെ അരിയുടെ വിതരണങ്ങളില്ല, അത് വാങ്ങി വെക്കലുകളില്ല, പരസ്പരം മൈലാഞ്ചി ഇടലുകളില്ല, കൂട്ടുകാരിലേക്കോ കുടുംബങ്ങളിലേക്കോ കടന്നു പോകാനില്ല, മറ്റുള്ളവരുമായി സന്തോഷം പങ്കിടാനില്ല, ആലിംഗനങ്ങൾ വെച്ച് കൂട്ടമായി സന്തോഷം പങ്കിടാനില്ല, നമ്മെ പോലെ സെൽഫി എടുത്ത് പെരുന്നാളിന്റെ ആഘോഷങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർ എന്തോ ഒരു നരകയാതനയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ നമ്മുടെ സഹോദരങ്ങളാണ് അവർ. അതുകൊണ്ടാണ് എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളായ ഫലസ്തീനിലെ പാവങ്ങൾ, അല്ലാഹുവേ നീ അവർക്ക് സഹായം നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. അവർ ഏത് രാജ്യത്തിന്റെ ഏത് മതിൽക്കെട്ടുകൾ ഭേദിച്ച് അപ്പുറത്താണെങ്കിലും ശരി, ഈമാനികമായ വിശ്വാസപരമായ കർമ്മകാണ്ഡത്തിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ മുസ്ലിമീങ്ങളും സഹോദരങ്ങളാണ്. ആ സഹോദര തുല്യമായി നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ, അവർ നമ്മൾ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടേതുകൂടിയാണ്. COVID-19 നമ്മൾ മറന്നുപോയിട്ടില്ല. അങ്ങനെ പല ദുരന്തങ്ങളും നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലും ഓരങ്ങളിലും കടന്നു വന്നപ്പോ നാനാജാതി മതസ്ഥർ നാടിന്റെ നാനാദിക്കുകളിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അവരവരുടെ ഭാഷകളിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹോദര്യവും സമവായവും സന്തോഷവും നമുക്ക് എന്നും നിലനിൽക്കേണ്ടതുണ്ട്. അല്ലാഹു ഫലസ്തീനിലെ പാവങ്ങൾക്ക് മനസ്സമാധാനം നൽകുമാറാവട്ടെ. ആമീൻ. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ചുരുക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ സമൂഹത്തെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ. ഈ അടുത്ത് ഒരു കുടുംബത്തിലെ 5 പേരെ കൊന്നുകളഞ്ഞ ഒരു മുസ്ലിം സഹോദരൻ, ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ആ കൊലപാതകത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ മുഴുവനും 2 കണ്ണും തോൽപ്പിച്ചു നിന്നുകൊണ്ട് ആ നിയമത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾക്ക് പിന്നാലെ പോകുന്ന ലഹരി മാഫിയകളെ പിടികൂടണമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ആളുകളെ ഇന്ന് രാജ്യത്തിന്റെ തുറുങ്കിലേക്ക് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ നിയമത്തിന്റെ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ കേരളത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയമപാലകന്മാർ ഒന്നുകൂടി സാഗൂതം ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത്. കാരണം ഈ മനുഷ്യർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഏതൊരു മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ഒരുപക്ഷെ ചാപ്പല്യങ്ങൾ ഉണ്ടാകും. ആ ചാപ്പല്യങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചാപ്പല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. ചുണ്ടിലും അതുപോലെ ശരീരത്തിലും മൂക്കിലും അടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൗഡറുകളായി, സ്ട്രിങ്സുകളായി, മറ്റു വസ്തുക്കളായി, അങ്ങനെ ഖരപദാർത്ഥങ്ങളും ദ്രാവക പദാർത്ഥങ്ങളുമായി മനുഷ്യന്റെ ശരീരത്തിലേക്ക് അത് സന്നിവേശിപ്പിക്കുന്നതോടുകൂടെ ഉമ്മയെയും അമ്മയെയും അച്ഛനെയും ഉപ്പയെയും തിരിച്ചറിയാത്ത വിധം, കൂട്ടുകുടുംബങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം, വിവാദത്തുകൾക്കും മറ്റ് സൽക്കർമ്മങ്ങൾക്കും പോകണമെന്ന് തോന്നാത്ത വിധം മനുഷ്യന്റെ മനസ്സിനെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാസപദാർത്ഥങ്ങളാകുന്ന ലഹരികൾ ഇന്നെമ്പാടും വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിപണനങ്ങളെയും വിപണന കേന്ദ്രങ്ങളെയും അതിന്റെ ഉപഭോക്താക്കളെയും എല്ലാം നമുക്ക് പിടിച്ചു കിട്ടേണ്ടതുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ
നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ ഭാവിയുടെ വാഗ്ദാനങ്ങളായി കഴിഞ്ഞ ഇന്നലകളിൽ നമ്മുടെ മഹല്ലത്തുകളെ ദീനിയായ പുരോഗതിയിലേക്ക് കൊണ്ടുവന്ന പലരും ഇന്ന് ഖബറിൽ കിടക്കുമ്പോൾ ഭാവിയിൽ നമ്മുടെ മഹല്ലത്തുകളെ ദീനി സംരംഭങ്ങളെയും സംവിധാനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ ചെറുപ്പക്കാരാണ്. അവർ ഇതുപോലെ രാസലഹരിയുടെ അടിമകളായും അഡിക്റ്റുകളായും അഡിക്ഷനുകളായും മാറിയ നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുവാൻ, ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ആളുകളില്ലാത്ത വിധം നമ്മൾ അനാഥമായി പോകും. അതുകൊണ്ട് എന്റെ വീട്ടിലെ എന്റെ കുട്ടികൾ സേഫാണെന്ന് ഞാൻ ആലോചിക്കേണ്ടതുണ്ട്. എന്റെ ചെറുപ്പക്കാർ സേഫാണോ എന്ന് നമ്മുടെ സംഘടനാ പ്രവർത്തകർ ആലോചിക്കേണ്ടതുണ്ട്. മഹല്ല് കമ്മിറ്റികൾ ആലോചിക്കേണ്ടതുണ്ട്. മഹല്ലിലെ ഓരോ ആളുകൾക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ശമ്പളം കൊടുത്ത് പിരിയുക മാത്രമല്ല, അല്ലെങ്കിൽ വർഷത്തിൽ മറ്റുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതിലപ്പുറം ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലിൽ അടക്കം എല്ലായിടങ്ങളിലും ഇതിനു വേണ്ടിയുള്ള പ്രത്യേകമായ ചടുലമായ നീക്കങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന് ഞാൻ സ്വാഭാവികമായും സാന്ദർഭികമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തുള്ളി സേവിച്ചാൽ പിന്നീട് അത് എന്തിനേക്കും മാറിപ്പോകുന്ന അവസ്ഥയാണ് ലഹരിയുടേത്. സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിന്റെ ആശയം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടു, ഒരു കാലത്ത് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, വലിയ ആലിമായിരുന്നു, നല്ല ഇബാദത്തുകാരനായിരുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് ഇബാദത്ത് ചെയ്ത് ആരോടും ദുനിയാവിയായ ഭൗതികമായ ഒരു വിഷയങ്ങളിലേക്കും പോകാതെ അദ്ദേഹം ജീവിച്ചു പോരുകയായിരുന്നു. അതിനിടയ്ക്ക് ഒരു സ്ത്രീ ഈ പണ്ഡിതനെ, ഈ ആലിമായ മനുഷ്യനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. ആ സ്ത്രീ പറയുന്നു, ഒരാളെ വിട്ടുകൊണ്ട് പറഞ്ഞയക്കുകയാണ്, നിങ്ങൾ സാക്ഷിക്ക് പറ്റിയ ആളാണ്, അതുകൊണ്ട് ഒരു വിഷയമുണ്ട്, അതിന് സാക്ഷി നിൽക്കാൻ നിങ്ങൾ വരണമെന്ന് പറഞ്ഞയക്കുകയാണ്. ഈ മഹാപണ്ഡിതൻ സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് ആ വീട്ടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സഹോദരി കഥ കടക്കുകയാണ്. അവിടുന്ന് അടുത്ത റൂമിലേക്ക് വരുമ്പോൾ ആ കഥവും അടക്കുന്നു. അങ്ങനെ ഓരോ കഥകളും അടച്ചു. അവസാനം ഉള്ളിന്റെ ഉള്ളിൽ ഒരു റൂമിലെത്തി നിൽക്കുമ്പോൾ സൗന്ദര്യവതിയായ സ്ത്രീയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, അല്പം വീഞ്ഞും അവിടെയുണ്ട്. അങ്ങനെ ഈ പണ്ഡിതനോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് സാക്ഷി നിൽക്കാനല്ല, പകരം നിങ്ങളൊന്നുകൂടി കുട്ടിയെ കൊല്ലണം, അല്ലെങ്കിൽ ഒരൽപ്പം വീഞ്ഞ് നിങ്ങൾ സേവിക്കണം, അല്ലാതെ ഞാൻ നിങ്ങളെ പുറത്തു വിടൂല്ല. നിങ്ങൾ എങ്ങാനും അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ അട്ടഹസിച്ച് നിങ്ങളുടെ അഭിമാനത്തെ ക്ഷതം വരുത്തും, നിങ്ങളെ ഞാൻ അപമാനിക്കുമെന്ന് പറയുകയാണ്. ആ പണ്ഡിതൻ ആ സ്ത്രീയുടെ മുമ്പിൽ അവശനാവുകയാണ്. എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ അല്പം വീഞ്ഞൊഴിച്ചു കൊടുക്കുന്നു. അയാൾ അത് കുടിക്കുന്നു. കുടിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് മതോന്മത്തമാവുകയാണ്. അല്പം മുടിയൊടിക്കാൻ പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ബുദ്ധിയൊന്ന് നീങ്ങിയപ്പോൾ അദ്ദേഹം ആ ആൺകുട്ടിയെ കൊന്നുകളയുകയാണ്. എന്നിട്ട് ഈ സ്ത്രീയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടുകൊണ്ട് ആ മനുഷ്യന്റെ ജീവിതം നശിച്ചുപോയി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിന്റെ ആശയം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അതിനാൽ മദ്യപാനം കാരണം, ലഹരി കാരണം അല്ലാഹുവാണ് സത്യം. നമ്മുടെ വിശ്വാസവും അതുപോലെ കള്ളിനോടുള്ള ആസക്തിയും ഒരിക്കലും മനുഷ്യന്റെ ഹൃദയത്തിൽ രണ്ടും കൂടി ഒത്തുചേരുകയില്ല. ഈ മദ്യത്തിന്റെ ആസക്തി കടന്നുകൂടിയവന്റെ മനസ്സിലേക്ക് പിന്നീട് വിശ്വാസത്തിന്റെ ധാരകൾ കടന്നു വരാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചതുപോലെ അറിഞ്ഞതുപോലെ ലഹരിയിലൂടെ ഇവിടെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, വ്യഭിചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ലഹരിയുടെ മുക്തമാക്കാൻ കഴിയാത്ത വിധം സമൂഹം ഇന്ന് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇതിന് പരിഹാര മാർഗങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട്, അതാണ് നമ്മൾ ആദ്യമായി നന്നാക്കേണ്ടത്. ഒരാളുടെ കൂട്ടുകെട്ടാണ് അവന്റെ മതം. അഥവാ കൂട്ടുകെട്ട് ഏത് രൂപത്തിലേക്കാണോ നീങ്ങുന്നത് അതിനനുസരിച്ചായിരിക്കും അവരും നീങ്ങുക. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകെട്ട് നന്നാക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സുഹൃത്തുണ്ടാകണം, ഞാനൊരു നല്ല കൂട്ടുകാരനാകണം, ഞാൻ എന്റെ കൂട്ടുകാരൻ നന്നാകണം എന്ന ചിന്ത നമുക്കുണ്ടാകണം. അതുപോലെ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ശിക്ഷയുടെ ഇളവും അവർക്കെതിരെ പല സാമ്പത്തികമായ ഇടപെടലുകളും കാരണമാണ് ഇന്ന് വീണ്ടും ഇത്തരം വിഷയങ്ങൾ തഴച്ചു വളർത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ കുറ്റവാളി എത്ര തന്നെ ഉന്നതനാണെങ്കിലും സാമ്പത്തിക ഭദ്രതയുള്ളവനാണെങ്കിലും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നതും മുഖം നോക്കാതെ ശിക്ഷയുടെ നടപടികൾ അവർക്ക് മേൽ ചാർത്തേണ്ടതുണ്ട് എന്നുമാണ് നമുക്ക് സംസ്ഥയുടെ സുനിയോജന സംഘം അടക്കമുള്ള ഈ പ്രസ്ഥാന കുടുംബത്തിന് ഇവിടുത്തെ ഉന്നതാധികാരികളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ പലരും ശുപാർശകളുമായി കടന്നു വരാം, പക്ഷേ ശുപാർശകൾ ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കാൻ
പറയാൻ പാടില്ല. ആരും അത്തരക്കാർക്ക് ശുപാർശ ചെയ്യുന്നവരായി മാറാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള നിലപാട് എല്ലാവരും കൈക്കൊള്ളേണ്ടതുണ്ട്. മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണക്കുറ്റത്തിൽ അകപ്പെട്ടപ്പോൾ അവിടുന്ന് ഒരു സ്വഹാബി പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി അവിടുന്ന് പ്രതികരിക്കുകയും പിന്നീട് പ്രസംഗം നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിക്കപ്പെട്ടത് അവരിൽ ഒരു മാന്യൻ ശിക്ഷിക്കപ്പെടുമ്പോൾ മോഷ്ടിച്ചാൽ അവർ അവനെ വെറുതെ വിടുകയായിരുന്നു. അതിന്റെ പേരിൽ എന്നാൽ അവരിൽ അല്ലാഹുവാണ് സത്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ പോലും മോഷ്ടിക്കുന്നതെങ്കിൽ പോലും അവളുടെ കൈ പോലും ഞാൻ മുറിക്കാൻ തയ്യാറാണെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ തിന്മകളെ വിഭാവനം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഞാൻ ചുരുക്കുന്നു. പക്ഷേ ഇത്തരം ലഹരികളിൽ പെട്ടുപോയവരുണ്ടാകും. അവരെ നമ്മൾ അകറ്റി നിർത്തേണ്ടവരല്ല, അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാണ്. പലപ്പോഴും സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടായിരിക്കാം അവർ ഇത്തരം ദുരന്തങ്ങളിലേക്ക് അകപ്പെട്ടു പോയിട്ടുണ്ടാവുക. പക്ഷേ അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് ഇതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങി വരാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങുകളും ട്രീറ്റ്മെന്റുകളും കൊടുത്ത് മതപരമായ മുന്നേറ്റങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ വിദ്യാർത്ഥിനികൾ അറിയാതെ ദുരന്തത്തിൽ വന്നു പോകുന്നവരുണ്ട്. നമ്മൾ ഈ അടുത്ത് വായിച്ചു നൽകിയിട്ടുണ്ട്. കലാലയ മറ്റത്ത് സെന്റ് ഓഫിന്റെ പേരിൽ, അതുപോലെ മറ്റു റാങ്കിങ്ങിന്റെ പേരിൽ അങ്ങനെ പല വിദ്യാർത്ഥിനികളും തമ്മിൽ അടികൂടിയിട്ട് പിന്നിൽ പരിശോധിക്കുമ്പോൾ ലഹരിയായിരുന്നു എന്ന് നമ്മൾ മനത്തറിയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വിഷയങ്ങൾക്ക് നമുക്ക് വലിയ ബോധം നൽകിയിട്ടുണ്ട്. ആ ബോധത്തിൽ നിന്ന് ബോധ്യത്തിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ നീങ്ങേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി പരിഹാരമാർഗങ്ങളെമ്പാടുമുണ്ട്. നമ്മുടെ വീടകങ്ങൾ കൃത്യമായി നമ്മൾ കൊണ്ടുപോകുക. ഉമ്മയും ഉപ്പയും മകനും മകളും ഉപ്പയും എല്ലാവരും സൗഹൃദത്തിലായ ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടിയിരുത്തുന്ന വീടുകളായി നമ്മുടെ വീടുകളിൽ മാറണം. മക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. സ്കൂളിലേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ ആരെങ്കിലും ഒക്കെ നമ്മുടെ ചെറിയ മക്കളോട് പലതും സംസാരിക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവരെ പറയാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേട്ട് അവരെ പഠിക്കുന്നതിന് പകരം അതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്ന കറുത്ത കാര്യങ്ങളെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അത് നമ്മൾ ഊഷ്മളമാക്കേണ്ടതുണ്ട്. ഒരു വീട്ടിലെ എല്ലാവരും ആത്മീയമായ മുന്നേറ്റത്തിലൂടെ പോകുന്നുവെങ്കിൽ അതേ കുടുംബത്തിലെ മറ്റൊരു ടീം അവരേതൊക്കെ ഒരു രൂപത്തിൽ പോകുന്നുവെങ്കിൽ അവരെ കൂടി കുടുംബങ്ങൾ ചേർത്ത് പിടിച്ച് നന്മയുടെ വാഗ്ദാക്കളാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ബോധപൂർവമായ ശ്രമങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തിയാൽ നമ്മുടെ രക്ഷിതാക്കളും മുതിർന്നവരുമെല്ലാം കുട്ടികൾക്ക് റോൾ മോഡലുകളായി മാറി. അങ്ങനെ റോൾ മോഡലായി മാറുമ്പോൾ ഉപ്പയും സഹോദരന്മാരും എന്ത് പറയുമ്പോഴും അതിന്റെ കൂടെ നിൽക്കാൻ മക്കളുണ്ടാകും, സഹോദരങ്ങളുണ്ടാകും. അത് ധാർമ്മിക പക്ഷത്തു കൂടിയാകുമ്പോൾ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ കഴിയും. അങ്ങനെ ലഹരി മുക്ത ഗ്രാമമായി, ലഹരി മുക്ത വീടകമായി, ലഹരി മുക്ത മഹലായി ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടകങ്ങളും നമ്മുടെ ഗ്രാമങ്ങളും മഹലുകളും മാറണം. അതിനൊരു പ്രചോദനമാകട്ടെ ഈ ഈദുൽ ഫിത്റിന്റെ ദിനമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈദുൽ ഫിത്ർ ആശംസകൾ അർപ്പിച്ച് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി